പൊതുവെ ഇന്ത്യൻ സംസ്കാരവും വിശ്വാസവും എല്ലാം മാതൃസങ്കല്പത്തെ വളരെ പവിത്രമായി കരുതുന്ന ഒന്നാണ്. ഒരുപക്ഷെ വിദേശ രാജ്യത്ത് പോയാൽ, ഏതെങ്കിലും പാശ്ചാത്യ രാജ്യത്ത് പോയാൽ അവിടെ ഈ മാതൃസങ്കല്പം ആകണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ നദികളെ തന്നെ എടുത്താൽ തന്നെ മിക്ക നദികൾക്കും സ്ത്രീകളുടെ പേരാണ്, അല്ലേ? അപ്പം അതുപോലെ അമേരിക്കയിലേക്ക് പോയാൽ മിക്ക നദികൾക്കും പുരുഷന്മാരുടെ പേരാണ്. അപ്പം അതുപോലെ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ രീതിയിലുള്ള പാരമ്പര്യമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് മാതൃസങ്കല്പമാണ് ഇന്ത്യയുടെ ഒരു മഹത്തായ പാരമ്പര്യം. ആദരിക്കുക, ബഹുമാനിക്കുക, ആരാധിക്കുക എന്നത് വളരെ മഹത്തായ സങ്കല്പം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലൊരു വിവാദം പുറപ്പെട്ടിരിക്കുന്നു. പരിസ്ഥിതി ദിനത്തിൽ കേരളത്തിന്റെ രാജ്ഭവൻ സംഘടിപ്പിച്ച പരിസ്ഥിതി പരിപാടിയിൽ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഭാരതാംബയുടെ ചിത്രം വെച്ചു. അതിൽ പൂജ നടത്തിക്കൊണ്ടാണ് ആഘോഷ പരിപാടികൾ തുടങ്ങാൻ ഇരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഒരു മന്ത്രിക്ക് ആ ഭാരതമാതാവിൻ്റെ ചിത്രം ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് RSSകാർ ഉപയോഗിക്കുന്ന ഭാരതമാതാവാണ്. ഭാരതമാതാവിൻ്റെ കയ്യിൽ കാവിക്കൊടിയാണ്. ഗവർണർ വെച്ചിരിക്കുന്ന ഭാരതമാതാവിൻ്റെ കയ്യിൽ കാവിക്കൊടിയാണ്. സാധാരണ രീതിയിൽ അത് RSS ഉപയോഗിക്കുന്ന ഭാരതാംബ തന്നെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മറ്റുള്ള സംഘടനകളൊക്കെ ഉപയോഗിക്കുന്ന ഭാരതമാതാവിൻ്റെ ഒരു പ്രതിമയിൽ അല്ലെങ്കിൽ ചിത്രത്തിൽ ഭാരതമാതാവിൻ്റെ കയ്യിൽ ഇന്ത്യയുടെ ദേശീയ പതാകയാണ്. സ്വാഭാവികമായും അതിനെതിരെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അത്തരത്തിലൊരു ചിത്രം വെക്കാനുള്ള അവകാശം ഒരു ഭരണഘടനാപരമായ സ്ഥാപനം എന്ന നിലയിൽ രാജ്ഭവൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ നമ്മളാരുമല്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ഭാരതമാതാവ് എന്ന സങ്കല്പത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് സ്വാഭാവികമായും അന്ന് സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ ഈ ഒരു മുദ്രാവാക്യം ധാരാളമായി ഉയർന്നു കേട്ടിരുന്നു. പക്ഷെ ഇന്ന് കേരളത്തിൽ ഈ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് സംഘപരിവാർ സംഘടനകൾ മാത്രമാണെന്നും നമ്മൾ ശ്രദ്ധിക്കണം. കാലക്രമത്തിൽ ആ ഒരു മുദ്രാവാക്യം സംഘപരിവാറിലേക്ക് മാത്രമായി പരിമിതപ്പെട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന വിവാദം അതാണ്. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഭാരതാംബയുടെ സങ്കല്പം? ഒരു രാഷ്ട്രത്തിൻ്റെ വ്യക്തി രൂപമാണത്. ഇന്ത്യ എന്ന മഹത്തായ രാഷ്ട്രത്തിൻ്റെ വ്യക്തി രൂപമാണ് ഭാരതമാതാവ് അല്ലെങ്കിൽ ഭാരതാംബ. കുങ്കുമവർണ്ണത്തിലോ ഓറഞ്ച് നിറത്തിലോ ഉള്ള സാരി ധരിച്ച് കയ്യിൽ ഇന്ത്യയുടെ ദേശീയ പതാകയേന്തിയ സ്ത്രീ രൂപമാണ്. ഈ ഒരു സ്ത്രീ രൂപം നമ്മൾ പല ആഘോഷങ്ങളിലും പല പരിപാടികളിലും പ്ലോട്ടുകളിലുമൊക്കെ നമ്മൾ ഈ രൂപത്തെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഭാരതമാതാവ് സിംഹത്തിന് പുറത്ത് സിംഹസ്ഥിതയായ സ്ത്രീ രൂപമായും സങ്കല്പിച്ചു കാണാറുണ്ട്. ഈ സങ്കല്പം ഒന്നേ ഉള്ളെങ്കിലും അതിന് പലരും പല വിധത്തിലുള്ള വ്യക്തിരൂപങ്ങൾ കൽപ്പിക്കാറുണ്ട്. രത്നാകരാം ദൗതപദാം ഹിമാലയ കിരീടിനി ബ്രഹ്മരാജർഷി രത്നാധ്യാം വന്ദേ ഭാരതമാതരം എന്ന പൗരാണിക ഹൈന്ദവ ശ്ലോകം ഭാരതാംബയെ ഒരു ദേവിയായി സങ്കല്പിച്ച് ആരാധിക്കുന്നതാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. 1936 ബനാറസിൽ ശിവപ്രസാദ് ഗുപ്ത ഭാരതമാതാവിനായി ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയും മഹാത്മാഗാന്ധി അത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ജനനീ ജന്മ ഭൂമിശ്ച സ്വർഗാദപി ഗിരിയസി, മാതാവും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന വാത്മീകി രാമായണത്തിലെ പരാമർശമാകണം മാതാവിൻ്റെയും മാതൃഭൂമിയുടെയും മഹത്വം ഉയർത്തിക്കാട്ടുന്ന ആദ്യത്തെ ചിന്താധാര. ആധുനിക കാലഘട്ടത്തിൽ ഭാരതമാതാവ് എന്ന ബിംബം ശ്രദ്ധയാകർഷിച്ചു തുടങ്ങിയത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തിലുണ്ടായ ഇന്ത്യയുടെ പുനരുത്ഥാനത്തോടെയാണ്. കിരൺ ചന്ദ്ര ബന്ദോപാധ്യായ സംവിധാനം ചെയ്ത ഭാരത് മാതാ എന്ന നാടകം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് 1873 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുത്തനുണർവ് പകർന്ന വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി അവതരിപ്പിച്ചതും ഇതേ കാലഘട്ടത്തിൽ തന്നെ. അരബിന്ദനാഥ ടാഗോറിന്റെ ഭാരതമാത എന്ന ചിത്രം ഭാരതമാതാവിനെ 4 കൈകളുള്ളതും ഓറഞ്ച് നിറമുള്ള വസ്ത്രം ധരിച്ച സ്ത്രീരൂപമായും സങ്കല്പിക്കുന്നു. ഒരിക്കൽ ഇന്ത്യൻ ചിത്രകാരനായ എം ഹുസൈൻ വരച്ച മദർ ഇന്ത്യ എന്ന ഭാരതമാതാവിന്റെ ചിത്രം ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സംഘടനകളുടെ കടുത്ത എതിർപ്പിനിടയാക്കിയിരുന്നു എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആനന്ദമഠം വായിച്ചതിൻ്റെ പ്രേരണയിലാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മരുമകനായ അബീന്ദ്രനാഥ് ഭാരത് മാതാവിന് മുഖവും രൂപവും നൽകിയത്. 4 കൈകളുള്ള കാവ്യ വസ്ത്രം ധരിച്ച സ്ത്രീ, പുസ്തകം, വെള്ളത്തുണി, നെൽക്കതിർ, രുദ്രാക്ഷമാല എന്നിവ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ചിത്രം ദേശീയതയുടെ പ്രതീകമായി മാറി. അബീന്ദ്രനാഥ് വരച്ച ഈ ചിത്രം ഇപ്പോഴും കൊൽക്കത്തയിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ആരാണെന്നറിയാമോ?
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഏറ്റവും അധികം ഈ മുദ്രാവാക്യം ഉപയോഗിക്കുന്നത് സംഘപരിവാർ സംഘടനകളാണ്. പക്ഷേ ഈ മുദ്രാവാക്യം ആദ്യമായി രൂപപ്പെടുത്തിയത് അസീമുള്ള ഖാനാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടുന്നവരെ ഒന്നിപ്പിക്കാൻ ഈ മുദ്രാവാക്യം പ്രധാന ആയുധമായി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനിടെ, ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിക്കുന്ന പേരാണ് ശിപ്പായി ലഹള. ഈ സ്വാതന്ത്ര്യ സമരത്തിനിടെയാണ് ഈ മുദ്രാവാക്യം ആദ്യമായി അസീമുള്ള ഖാൻ ഉയർത്തിക്കാട്ടിയത്. നാനാ സാഹിബിൻ്റെ ദിവാനും പിന്നീട് പ്രധാനമന്ത്രിയായിരിക്കെ ബ്രിട്ടീഷുകാരുടെ ക്രൂരത നേരിട്ട അനുഭവവും വിദേശയാത്രകളിൽ നിന്ന് നേടിയ അറിവുകളും അസീമുള്ള ഖാന് ഈ മുദ്രാവാക്യം രൂപപ്പെടുത്താൻ പ്രേരണയായി. ഭാരതമാതാവ് കേവലം ഒരു കലാസൃഷ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതോ അല്ല. അത് ഇന്ത്യയുടെ സാംസ്കാരിക ഐക്യത്തിൻ്റെയും ദേശീയ അഭിമാനത്തിൻ്റെയും പ്രതീകമാണ്. രാജാ രവിവർമ്മയാണ് ഒരുപക്ഷെ ആദ്യമായി ഭാരതമാതാവിനെ പെയിൻറ്റിങ്ങിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരു സങ്കല്പത്തെ ആരെങ്കിലും വരച്ചതായി തെളിവുകളൊന്നുമില്ല. അതുപോലെ മേൽ പറഞ്ഞ പോലെ ഭാരതമാതാവ് എന്ന പേരിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ചിത്രം വരച്ചത് അബീന്ദ്രനാഥ ടാഗോർ വരച്ച ചിത്രമാണ്. ബ്രിട്ടീഷുകാർ ബംഗാളിനെ മത അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ മുതിർന്നപ്പോൾ അതിനോടുള്ള പ്രതികരണമായിരുന്നു അബീന്ദ്രനാഥ ടാഗോറിൻ്റെ ആ ഭാരതാംബ ചിത്രം. പിന്നീട് മറ്റു ചില ചിത്രകാരന്മാരും ഭാരതാംബയെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ദേശസ്നേഹിയായ ഒരു ചിത്രകാരനായ രൂപ് കിഷോർ കപൂർ 1931 രചിച്ച ഭാരതമാത ലിത്തോഗ്രാഫിന് ഇന്ന് RSS പരിപാടികളിൽ കാണുന്ന ചിത്രത്തോട് ഒരു സാമ്യമുണ്ട്. 1947-52 കാലത്ത് ML ശർമ്മ വരച്ച ഒരു എണ്ണഛായ ചിത്രമാണ് മറ്റൊരു പ്രശസ്തമായ ഭാരതാംബ ചിത്രം. ഇതിലും ത്രിവർണ്ണ പതാകയുണ്ട്. 1950 സർദാർ ശോഭാ സിംഗ് വരച്ച ചിത്രത്തിൽ അശോക സ്തംഭവും സിംഹവും എല്ലാം ഉണ്ട്. 1935 അമൃത ഷെർഗിൽ വരച്ച ഭാരതമാതാവിൻ്റെ ചിത്രത്തിൽ ഇന്ത്യയുടെ അവസ്ഥയെ തുറന്നു കാട്ടുന്ന ഒരു ചിത്രമായിരുന്നു അത്. അതായത് ഇന്ത്യയുടെ ദയനീയമായ ദാരിദ്ര്യത്തെയും പട്ടിണിയും ഒക്കെ തുറന്നു കാട്ടുന്ന ചിത്രം. അതുകൊണ്ട് തന്നെ ഭാരതാംബയെ പല കാലങ്ങളിൽ പല രീതികളിൽ, പല ഭാവനകളിൽ, പല രാഷ്ട്രീയ രീതികളിൽ ചില ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും പല സംഘടനകളുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വരച്ച വ്യക്തികളുടെ ആശയവുമായി ബന്ധപ്പെടുത്തിയാണ് ഭാവനാത്മകമായി അത് വരച്ചത്. ഇപ്പോൾ ഗവർണർ രാജ്ഭവനിൽ വെച്ച ചിത്രം അത് കൂടുതലും RSSകാരുടെ പരിപാടിക്ക് വെക്കുന്ന ഒരു ഭാരതാംബയാണ്. ഓരോരുത്തരുടെ ആവിഷ്കാരത്തിനനുസരിച്ചുള്ള ഭാരതാംബയെ അവരവർ വരച്ചിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ വെക്കാം. പക്ഷെ ഒരു ഭരണഘടനാപരമായ സ്ഥാപനത്തിൽ, ഒരു സംഘടനയുടെ ആശയധാരയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച വന്നത്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളുമായി മുന്നോട്ട് പോകട്ടെ.